നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ദുഷ്യന്തിന് ഓർമ്മ വന്നത് ശകുന്തളയാണെങ്കിൽ കോട്ടയം മരങ്ങാട്ടുപള്ളി സ്വദേശി ബീന ടോമിൻ്റെ മനസ്സിൽ വിരിഞ്ഞത് നൂറുകണക്കിന് ശംഖുപുഷ്പ ഉൽപ്പന്നങ്ങളാണ്. ശംഖുപുഷ്പം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് ബീന ടോമിനോട് ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. പകിട്ടേറിയ, അതായത് പ്രീമിയം ബ്രാൻഡിലുള്ള നൂറുകണക്കിന് വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ. ബീന ടോമിൻ്റെ ശംഖുപുഷ്പ വിശേഷങ്ങൾ നമുക്ക് ആവേശമാണ്, ഒപ്പം പ്രചോദനവും നൽകുന്നു. കാണാം നമുക്ക് ആ ശംഖുപുഷ്പ വിശേഷ കാഴ്ചകൾ ഇന്നത്തെ സെൻട്രൽ മാഗസിനൊപ്പം. അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശലക്ഷ്യങ്ങളൊന്നുമില്ലാതെ 50 വയസ്സ് വരെ ജീവിക്കുകയായിരുന്നു ബീന ടോം. അങ്ങനെയിരിക്കെ ബീനയ്ക്ക് തോന്നി ഈ ഇരിപ്പത്ര പന്തിയല്ലോ എന്ന്. വിഷയം ഡയറി ഡെവലപ്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ഭർത്താവ് ടോം സി ആൻ്റണിയുമായി പങ്കുവച്ചു. അത് തിരിച്ചറിവിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. ഒരു 50 കൊല്ലം പുറകോട്ട് നോക്കിയാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു സീറോ എന്നുള്ള രീതിയിലിരിക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ, ഹസ്ബൻഡ്, പേരൻസ് ഉണ്ടായിരുന്ന പേരൻസിനെയൊക്കെ നോക്കി വളരെ ഒതുങ്ങി വീട്ടിലിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, പേരൻസ് മരിച്ചു, പിന്നെ ഞാനും ഹസ്ബൻഡ് റിട്ടയറായി. അപ്പം ഞങ്ങൾ രണ്ടും തന്നെ ആയിക്കഴിഞ്ഞപ്പം സമയം പോകാൻ നമുക്കൊരു വലിച്ചു നീട്ടി സമയം പോകുന്നു. ഇങ്ങനെ ഇരുന്നാൽ ശരിയാകിയല്ലോ എന്ന് തോന്നി. അങ്ങനെയാണ് ആദ്യമേ മീനച്ചിൽ ബി ഗാർഡൻ ബിജു സാറിൻ്റെ കീഴിൽ പോയി തേനീച്ച കൃഷി പഠിക്കുന്നു. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. നമുക്കറിയത്തില്ലാത്തൊരു കാര്യം നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ശരിക്കും എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചതിൻ്റെ മെയിൻ കാരണം. മൾബറി ജാം, പോങ് പൗഡർ, മാമ്പഴത്തര, ഹണി സോപ്പ്, തേൻ കാന്താരി, ആടലോടകത്തേൻ, കുമ്പളങ്ങ ഹൽവ, റോസാപ്പൂ ജാം, അച്ചാറുകൾ, സ്ക്വാഷുകൾ, വിവിധതരം വൈനുകൾ എന്നിങ്ങനെ നീളുന്ന 100 കൂട്ടം വിഭവങ്ങൾ പിറക്കാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. മാമ്പഴത്തര, രസ പൗഡർ, സാമ്പാർ പൊടി, ഇടിയിറച്ചി, തേന്, പാഷൻ ഫ്രൂട്ട് ജാം, കണ്ണിമാങ്ങ അച്ചാർ, പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്, കസ്തൂരി മഞ്ഞൾ പൗഡർ, പ്രോൺസ് പിക്കിള്, ഫിഷ് പിക്കിള്, ചക്കപ്പഴം ബോള്. ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളിലേക്കുള്ള സഞ്ചാരത്തിനിടയിൽ ഒരു ദിവസം അവിചാരിതമായി ശംഖുപുഷ്പം ബീനയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതോടെ പുതിയൊരു കൂട്ടുകെട്ടിന് തുടക്കമായി. ബീന ടോം ശംഖുപുഷ്പത്തെ മുഴുവനായി ഏറ്റെടുത്തു. അത് ഒരിക്കലിങ്ങനെ കോട്ടയത്തുനിന്ന് നമ്മുടെ വീട്ടിലേക്ക് മരിങ്ങാട്ടുപള്ളിക്ക് വരുന്ന വഴിക്ക് കാരിത്താസിൻ്റെ ഏതാണ്ട് ആ ഒരു ഭാഗത്ത് വെച്ച് ഒരു വീട്ടിലിങ്ങനെ ഈ പൂ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ പൂവിൻ്റെ ഭംഗി, അതൊരു പ്രത്യേക ഭംഗിയാണ് ആ പൂവിന്. അങ്ങനെ ആ ഭംഗി കണ്ടുകൊണ്ട് ആ വീട്ടിൽ കയറി ചെന്ന് ചോദിച്ചു, 2 വിത്ത് തരാമോ എന്ന് ചോദിച്ചു. ആ വീട്ടിലെ ആ ഉടമസ്ഥ വളരെ കാര്യമായിട്ട് തന്നെ ഒരുപാട് വിത്തുകൾ പറിച്ചു തന്നു. അങ്ങനെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ്. വീട്ടുമുറ്റത്ത് വളർത്തിയ ശംഖുപുഷ്പച്ചെടിയിലുണ്ടാകുന്ന പൂക്കൾ ഉപയോഗിച്ച് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ശംഖുപുഷ്പം ഉപയോഗിച്ച് സ്ക്വാഷ്, ജാം, ടീ, അങ്ങനെ ഇൻഫ്യൂസ്ഡ് ഹണി തൊട്ട് ശംഖുപുഷ്പം സോപ്പ് വരെ. എല്ലാവരും ചെയ്യുന്നതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. സാധാരണ എല്ലാവരും പിക്കിളുകൾ ചെയ്യുന്നു, അല്ലെ കുറച്ച് ജ്യൂസ് ചെയ്യുന്നു, അല്ലെ തേനിൻ്റെ കൃഷി ചെയ്യുന്നു. അപ്പോൾ അതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെയാണ് ഈ ശംഖുപുഷ്പത്തിൽ തുടങ്ങുന്നത്. പക്ഷേ ശംഖുപുഷ്പം പ്രൊഡക്റ്റിന് വളരെയേറെ ഡിമാൻഡാണ് നമുക്ക് ലഭിച്ചത്. ശംഖുപുഷ്പവും കൊണ്ട് ചെയ്യുന്നൊരു സ്ക്വാഷ്, ശംഖുപുഷ്പം കൊണ്ട് ചെയ്യുന്നൊരു ജാമ്, പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഡ്രൈ ഫ്ലവർ നമ്മൾ പല ഫങ്ഷന് ചെല്ലുമ്പോൾ ബ്ലൂ ടീ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ടീ ബാഗായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ശംഖുപുഷ്പവും ഹണിയും കൂടെ വെച്ചൊരു ഇൻഫ്യൂസ്ഡ് ഹണിയാണ് പ്രഷറുകാർക്കും ആങ്സൈറ്റി കുറയ്ക്കാനും ഒക്കെ വേണ്ടി ചെയ്യുന്നൊരു മെഡിസിനൽ പർപ്പസ് എന്നുള്ള രീതി ചെയ്യുന്നതാണ്. പിന്നെ അത് ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ഒരു വൈന്, ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ്, തേനീച്ച കൃഷിയും കൂടി ഉള്ളതുകൊണ്ട് എല്ലാം തന്നെ ഹണി ബേസ് വെച്ചാണ് ചെയ്യുന്നത്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും വിഷാദരോഗം അകറ്റാനും ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യൽ, പ്രമേഹം നിയന്ത്രിക്കൽ, ദഹനം,
അകാല വാർദ്ധക്യ പ്രതിരോധമടക്കം നിരവധി ഗുണങ്ങൾ ശംഖുപുഷ്പത്തിനുണ്ടെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട്. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ചതാണ്. എന്ന് പറഞ്ഞാൽ സമയം പോകണം, ഒരു ഹോബി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പെട്ടെന്നത് നമ്മുടെ ആൾക്കാരല്ല കസ്റ്റമേഴ്സ് അത് നമ്മളെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയധികം ഉൽപ്പന്നത്തിലേക്ക് എത്തി നിൽക്കാനും കൂടുതൽ ചെയ്യാനുമുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഉൽപ്പന്നങ്ങളുടെ വിപണനം. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഓർഡറുണ്ട്. കൊറിയർ വഴി ഇവ എത്തിച്ചു നൽകും. പക്ഷേ ഇതിനായി ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ബീനയ്ക്ക് താല്പര്യമില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടെന്നും ഇത്രയും നല്ലൊരു സെൻറ്ററിലാണല്ലോ താമസിക്കുന്നത്, ഒരു ഔട്ട്ലെറ്റ് ഇടാൻ മേലെ എന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നവർ ചോദിക്കാറുണ്ട്. പക്ഷേ ഔട്ട്ലെറ്റ് ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. വളരെ കുറഞ്ഞ അളവിൽ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ആ സാധനം ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് അല്ലെ നമ്മളെ ആശ്രയിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഔട്ട്ലെറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. എപ്പോഴും ഷെൽഫ് നിറച്ച് സാധനങ്ങൾ ചെയ്ത് വരണം. ചർമ്മ സൗന്ദര്യത്തിനായി തേൻ കൊണ്ടുള്ള ബീ വാക്സ് ക്രീം, ലിപ് ബാം, പെയിൻ ബാം, ഹണി ഫേസ് പാക്ക് എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ട്. തേനീച്ച കൃഷി ഉള്ളതുകൊണ്ട് തന്നെ ശംഖുപുഷ്പവും തേനും കൂടി ചേർന്ന ഉൽപ്പന്നങ്ങൾ കൃത്യമായ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബീന ടോം ഉണ്ടാക്കുന്നു. തേൻ കൃഷി ചെയ്യുന്നവർ ഇന്നൊക്കെ എവിടെ നോക്കിയാലും തേനീച്ച കർഷകരാണ്. പക്ഷേ നമുക്ക് തേനിനൊരു നല്ല വില കിട്ടണമെങ്കിൽ തേനിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിനാണ് മാവേലിക്കര ഹോർട്ടിക്രോപ്പിലെ ബെന്നി ഡാനിയൽ സാറിനെ പോലെ അറിവുള്ള കുറേ അധ്യാപകരുണ്ട്. അവരാണ് നമുക്ക് അറിവുകൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തേൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ മെഴുക് വെറുതെ കളയുകയായിരുന്നു, അട വെറുതെ കളയുകയായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള പരിശീലനം കിട്ടി. ഈ അടയെ ഉരുക്കി മെഴുകാക്കിയാൽ പലതരത്തിലുള്ള ക്രീമുകൾ ചെയ്യാം. അപ്പോൾ അവസാനം ചെയ്തതാണ് നമ്മുടെ ഈ മെഴുകുതിരിയെ. ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് എടുത്ത് ആ ഒരു ചെറിയൊരു ബ്ലൂയിഷ് ഷെയ്ഡ് കൊടുത്ത് ചെയ്തേക്കുന്നതാണ്. വാക്സാണ് മെയിൻ കണ്ടൻറ്റ്, തേനീച്ചയുടെ മെഴുകാണ്. ഇത് വെച്ച് തന്നെ നമുക്ക് കൊതുക് തിരിയും ചെയ്യാം, പിന്നെ സ്മെല്ലിന് വേണ്ടിയുള്ള തിരിയും ചെയ്യാം. അതിപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ ചെയ്ത് നോക്കിയത്. നല്ലൊരു സ്മെല്ലാണ് റൂമിലെല്ലാം. ഇവ കൂടാതെ ചക്കയിൽ നിന്നും ചക്കക്കുരുവിൽ നിന്നുമുള്ള പലവിധ ഉൽപ്പന്നങ്ങൾ, മാമ്പഴത്തര ഉൾപ്പെടെയുള്ള മാമ്പഴ ഉൽപ്പന്നങ്ങൾ, വെന്ത വെളിച്ചെണ്ണ പോലുള്ള തേങ്ങാ ഉൽപ്പന്നങ്ങൾ, കുമ്പളങ്ങ ഹൽവ, പേരയ്ക്ക ബാർ, റോസാപ്പൂ, മൾബറി, ചതുരപ്പുളി, മത്തങ്ങ, പാഷൻ ഫ്രൂട്ട് എന്നിവയിൽ നിന്നുള്ള ജാമുകൾ തൊട്ട് കറിവേപ്പില പൊടി വരെ മറ്റെങ്ങും ലഭിക്കാത്ത നിരവധി ഉൽപ്പന്നങ്ങൾ. എന്താ ചെയ്യുന്നില്ല എന്നുള്ളത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ പ്രോഡക്റ്റും ചെയ്യുന്നുണ്ട്. എല്ലാ ടൈപ്പ് ജ്യൂസുകൾ, ജാംസ്, പിക്കിൾസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഇടിയിറച്ചി, മാമ്പഴത്തര, ചക്കത്തര, അങ്ങനെ ഓരോന്നോരോന്ന് പുതിയത് അങ്ങ് ചെയ്യുവാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 250ഓളം, 200ആയിരുന്നു, അപ്പോൾ 250ഓളം ആയിട്ടുണ്ട്. നിർമ്മാണ രീതികൾ മിക്കതും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ സഹായത്തോടെ സ്വയം രൂപപ്പെടുത്തിയതാണ്. സ്ലൈസർ, മിൻസിംഗ് മെഷീൻ, ഡ്രയർ, ഡീപ്പ് ഫ്രീസർ, സീലിംഗ് മെഷീൻ തുടങ്ങിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ആവശ്യക്കാരുടെ കൈകളിൽ എത്തിക്കുന്നത്. നമുക്ക് ഡ്രയറുണ്ട്, ഒരു സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനായി നമുക്കൊരു മിഷനറീസ് തന്നിട്ടുണ്ടായിരുന്നു SHM സ്കീം വഴി. അപ്പോൾ നമുക്കൊരു ഡ്രയർ കിട്ടിയിരുന്നു. ആ ഡ്രയറിൽ നമ്മൾ ഉണങ്ങിയെടുക്കുന്നതാണ്. ഇത് ഷുഗറുകാർക്കൊരു മെഡിസിനും കൂടിയാണിത്. ഇത് വെന്ത് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. RITTC കോഴായിൽ നിന്ന് കുറേ ക്ലാസ്സുകൾ ലഭിച്ചിട്ടുണ്ട്. KVK കുമരകത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. മാവേലിക്കര ഹോർട്ടിക്രോപ്പിലെ ബെന്നി ഡാനിയൽ സാറിൽ നിന്ന് കുറേ അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരു തേനീച്ചയുടെ ഒരു ഗ്രൂപ്പുണ്ട്. വളരെ രസമുള്ള ഗ്രൂപ്പുണ്ട്. കേരളത്തിൻ്റെ ഇങ്ങേയറ്റം തുടങ്ങി അങ്ങേയറ്റം വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്തുള്ളവർ എല്ലാവരും അവർക്കറിയാവുന്ന അറിവുകൾ പരസ്പരം ഷെയർ ചെയ്യുകയാണ്. ജാതിക്കാത്തൊണ്ടും തേനീച്ച മെഴുകും ഉൾപ്പെടെ നിസ്സാരമായി കരുതുന്ന വസ്തുക്കളിൽ നിന്നാണ് മികവുറ്റ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പിറവിയെടുത്തത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജാതിക്കാത്തൊണ്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുമ്പളങ്ങ
കുമ്പളങ്ങ കൊണ്ട് അതൊക്കെ എനിക്കൊന്ന് ഞാനായിരിക്കും ആദ്യമായിട്ട് ചെയ്ത് ഈ മാമ്പഴത്തേര പോലെ തന്നെ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു തിര ചെയ്ത് നോക്കി. പിന്നെ പംകിൻ കൊണ്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, പൗഡറുകളും ക്യാൻഡീസും എല്ലാം. അങ്ങനെ വീട്ടുവളപ്പിലുള്ള ഒരു സാധനവും വേസ്റ്റ് അല്ല എന്നുള്ളതാണ്. പക്ഷേ നല്ല രീതിയിൽ ചെയ്യണം, ക്വാളിറ്റി വേണം, നീറ്റായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇനി എന്താണൊരു വഴിയെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ബീന ടോം ഒരു പ്രചോദനമാണ്. ഹസ്ബൻഡിൻ്റെ മെയിൻ സപ്പോർട്ടാണ്. നമ്മൾ സാധാരണ ഞങ്ങൾ പറയുന്ന പോലെ കപ്പിൾ പവർ എന്ന് പറയും. രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിന്നാൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ സാധിക്കും. ശംഖുപുഷ്പത്തിൽ നിന്ന് ഒരു വിപണി ഉദിച്ചുയർന്നെങ്കിൽ ഇനി എന്തെല്ലാം സാധ്യതകളാണ് നമ്മളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്.